ഹലോ ഹലോ. അപ്പോൾ നമ്മുടെ കപ്പദോക്കി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇസ്താൻബുളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്താൻബുളിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗ്രാൻഡ് ബസാറിലേക്കാണ്. ഗ്രാൻഡ് ബസാറിലെ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് അറിയാം. നമ്മുടെ ഗ്രാൻഡ് ബസാറിൽ 4000 ഷോപ്സ് ആണുള്ളത്, 61 സ്ട്രീറ്റ്സ് ആണുള്ളത്. അല്ല, നമ്മുടെ കൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ 2 കപ്പിൾസ് കൂടെ എത്തിയിട്ടുണ്ട്. ഇത് മലയാളി ഫ്രം ഇത് ഓസ്ട്രേലിയൻ മലയാളി. ആൻഡ് പേരെന്താണ് നിങ്ങൾ എനിക്ക് തീരെ ഓർമ്മയില്ലാത്തോണ്ട് കിട്ടുന്നില്ല. ഇത് ഓസ്ട്രേലിയൻ മല്ലു കപ്പിളെന്നോ അങ്ങനെ എന്തോ ആണ് ഇവര് അറിയപ്പെടുന്നത്. നമുക്ക് ഗ്രാൻഡ് ബസാറിലേക്ക് പോവാം. ഫുള്ള് ശരിക്കും നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ കയറിയ പോലെ തന്നെ. ബ്രോഡ്വേ പോലെ ഒന്നുമല്ല, ഇവിടെ എല്ലാ സാധനത്തിൻ്റെയും കോപ്പി കിട്ടും. ഡിജിറ്റൽ, ഗുച്ചി, നൈക്കി എന്ന് വേണ്ട എല്ലാ ബ്രാൻഡഡ് സാധനത്തിൻ്റെയും കോപ്പി സാധനങ്ങൾ ഇവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രൈസ് അങ്ങ് ഒരു ഹൈ റേഞ്ച് പ്രൈസ് അങ്ങ് പറയും. നമ്മളിവിടെ നിന്ന് ബാർഗൻ ചെയ്ത് നമുക്ക് റീസണബിൾ ആയിട്ടൊരു പ്രൈസിന് മേടിച്ചിട്ട് പോവുക. അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മളിങ്ങനെ കടകൾ മൊത്തം കയറി ഇറങ്ങി നടക്കുവാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കടയിലാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഒരു ബസാറാണ്. ഒരു 40,000 കടകളുണ്ട്. 2014 ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വന്ന ഒരു റെക്കോർഡ് വരുന്നുണ്ട്. ഒരു 9 കോടി അധികം വിസിറ്റേഴ്സ് ആയിരുന്നു 2014 ഇവിടെ വന്നത്, ഷോപ്പ് ചെയ്യാനായിട്ടും. അല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഈ കണക്കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാലും അത്രയ്ക്കും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ തുർക്കിയിലൊക്കെ വരുന്നവർ, ഇസ്താംബുളിൽ വരുന്നവർ ഇത് മസ്റ്റാണ്. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതിലേക്കിടയ്ക്ക് നടന്ന് കാണാൻ തന്നെ ഒരു രസമാണ്. പക്ഷെ കുറേ കഴിയുമ്പോൾ ടയേർഡാകും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ സ്ട്രീറ്റാണ്. നമ്മൾ ലോസ്റ്റ് ആയി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ 2 പ്രാവശ്യം ലോസ്റ്റ് ആയി പോയി. എന്നെ 2 പ്രാവശ്യം ലോസ്റ്റ് ആയി പോയായിരുന്നു. ഇപ്പം നമ്മളൊരു ബക്ലാവ കടയിലെത്തി. നമുക്ക് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഇതും അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. കൊള്ളാം. നമുക്ക് ബക്ലാവയൊക്കെ ടേസ്റ്റ് തന്നു. എന്നിട്ട് ഭയങ്കര വില ആയിരുന്നുണ്ട് ബക്ലാവ. നമ്മളവിടെ 600 കിലോയ്ക്ക് 600 മേടിച്ച സാധനം ഇവിടെ 1200. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു, പക്ഷെ നമ്മൾ മേടിച്ചില്ല. ഓസ്ട്രിയൻ മലയാളിനെ ഒരു ടർക്കിഷ് ഐസ്ക്രീംകാരനെടുത്ത് കളിപ്പിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കുറേ ഇങ്ങനത്തെ ഐസ്ക്രീംകാരനുണ്ട്. ഇവരുടെയൊക്കെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ആർക്കായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യാൻ തോന്നും. ഓവർ പ്രൈസ്ഡ് ആണ് ഐസ്ക്രീം, പക്ഷെ അതിനുള്ള പണി അങ്ങേര് ചെയ്യുന്നുണ്ട്. കിട്ടി ഫൈനലി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞില്ല. അല്ല, ഷോപ്പിംഗ് ഗ്രാൻഡ് ബസാറിന്റെ എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഗ്രാൻഡ് ബസാർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കണ്ടു. പ്രത്യേകിച്ച് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ലോ ക്വാളിറ്റി അല്ലേ, ഭയങ്കര ചീപ്പ് ക്വാളിറ്റി. ഞാൻ ഒരു ബാഗൊക്കെ വാങ്ങുന്നത്, പക്ഷെ പിടിച്ചൊക്കെ തന്നെ ഭയങ്കര ചീത്ത. പക്ഷെ ഇവിടെ ഇരിക്കുന്ന മൊത്തം ലൂയി വിറ്റോൺ, ഗൂച്ചി, അതിൻ്റെയൊക്കെ ഭയങ്കര ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ്. ഒട്ടും ക്വാളിറ്റി ഇല്ല, മേടിച്ചുമില്ല. ജസ്റ്റ് കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പറയൂ ഓസ്ട്രേലിയൻ മലയാളി? ഒരു മിനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറെ മടുത്തു. ഇപ്പൊ 4000 ഷോപ്സ് ഉണ്ടെന്നല്ലേ നമ്മൾ കണ്ടത്, പക്ഷെ നമ്മൾ 4000 ഒന്നും കവർ ചെയ്തില്ല. 20 ഒരു 500 എണ്ണെങ്കിലും കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എല്ലാം ഇവര് പ്രൈസ് ഭയങ്കര കൂട്ടിയിട്ടേക്കുവാണ്. അത് നമ്മൾ ബാർഗൈൻ ചെയ്ത് എത്ര റിയൽ പ്രൈസ് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് അവർ ഇട്ടേക്കുന്ന പ്രൈസ്. ഞങ്ങൾ ബാർഗൈൻ ചെയ്ത് ഞങ്ങളെ ആട്ടിത്തുപ്പി പുറത്തിറക്കി. 1500 രൂപയുടെ സാധനമൊക്കെ 300 രൂപയ്ക്കൊക്കെ ചോദിച്ചു. ഹിന്ദി അറിയാം അവർക്ക്. ചാലോ. ഇസ്താൻബുളിൽ വരുന്നവർ ഇവിടെ എന്തായാലും ഒന്ന് വരണം, കാണണം. ഇതൊക്കെ എന്താണെന്ന് അറിയണം അല്ലേ. ഭയങ്കര ഓൾഡസ്റ്റ്, വൺ ഓഫ് ദി വെരി 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 ഓൾഡസ്റ്റ് ബാസറാണ് ഇത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വന്നിട്ട് ഡ്രസ്സുകളും ഷൂസുകളും ഒന്നും മേടിക്കാതിരിക്കുക. ഇതാണ് ബോസ്ഫറസ് സ്ട്രീറ്റ്. ഇത് നമ്മുടെ ഏഷ്യയിലെയും യൂറോപ്പിലെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ബോസ്ഫറസ് സ്ട്രീറ്റിൽ കൂടിയുള്ള ടൂറാണ്. അതൊരു 90 മിനിറ്റ്സ് ടൂറാണ്. നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് 5 യൂറോ കിട്ടി. വെബ്സൈറ്റിലേക്ക് നോക്കിയപ്പോഴത്തേക്കും 8 യൂറോ 9 യൂറോ ഒക്കെയാണ് കാണിച്ചത്. അതാണ് നമുക്കിവിടെ മേളിരിക്കുന്നതുകൊണ്ട് നല്ല സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പോവാം. ഒരാൾക്ക് ഇവിടെ 150 ലിറ, നമ്മൾ 100 ലിറയ്ക്ക് തരുമെന്ന് ചോദിച്ചു നോക്കി, പക്ഷെ നടന്നില്ല, സക്സസ്ഫുൾ ആയില്ല. ഇവിടെ ബാർഗനിങ് പറ്റത്തില്ല, ഇവിടെ പറ്റില്ല, പക്ഷെ ചീപ്പാണ്.
ഇസ്താൻബുളിലെ മെയിൻ കുറച്ച് സൈറ്റ്സിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ ഹോസ്റ്റലിലുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് 2 ദിവസമായി. ആ നിൽക്കുന്ന ആൾക്കാർ നമ്മളിവിടെ വന്നതാണ്. പിന്നെ ആ നിൽക്കുന്ന ആൾക്കാരും നമ്മളോട് വന്നതാണ്. ഇവിടെ എല്ലാവരും വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഇവരൊക്കെ ഫുൾ ബിസിയാണ്. കൃഷ്ണപ്രിയ, ദീപക്. നമുക്ക് ബസ് സ്റ്റോപ്പ് ഇതേ അതിൻ്റെ മേളിലാണ്. ഈ ഇസ്താൻബുളിലെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇസ്താൻബുളിൽ കുറേ മലകളുണ്ട്, കുറേ ഇങ്ങനെ കുന്നുകൾ. ആ കുന്നുകളുടെ പുറത്താണ് വീടുകൾ. അവിടെ നോക്കിയറിയാം, അതും വേറൊരു മലയാണ്. മലയുടെയൊക്കെ കുറേ കുന്നുകളാണ്. അപ്പം ഒരു മല എവിടെയെങ്കിലൊക്കെ എത്തണമെങ്കിൽ ഒന്നെങ്കിൽ കാറ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് നടന്നു കയറണം. ഇസ്താൻബുളിൽ വരുന്നവർ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇസ്താൻബുൾ കാർഡ് എടുക്കുക. ഈ കാർഡിന് €2. ഈ കാർഡ് €2 എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് റീചാർജ് ചെയ്തിടാം. എല്ലാ മെട്രോ സ്റ്റേഷനിലും റീചാർജ് ചെയ്യുന്ന സാധനമുണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് പൈസ കയറ്റി റീചാർജ് ചെയ്താം. എന്നിട്ട് ഓരോ റൈഡിലും ഓരോ ബസ്സിൽ കയറുമ്പോഴും നമ്മൾ പഞ്ച് ചെയ്യണം. മെട്രോയിൽ കയറുമ്പോഴും പഞ്ച് ചെയ്യണം. സാധാരണ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒറ്റ പഞ്ചിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 ബസ് കയറി പോവുകയാണെങ്കിൽ ഓരോ ബസ്സിലും പഞ്ച് ചെയ്യണം. അപ്പം ഓരോ പഞ്ചിലും 17-20 ലീറയൊക്കെ പോകും. ബസ്സിലും മെട്രോയിലും ഇതേപോലെ എവിടൊക്കെയാ നമ്മുടെ ഫെറിയില്, ട്രാമില്, ട്രെയിനിൽ എല്ലാത്തിലും ഉപയോഗിക്കാം. പക്ഷേ ഓരോന്നിൽ കയറിപ്പോൾ ഇവിടുന്ന് 2 സ്റ്റോപ്പ് മാറിയിട്ട് അടുത്ത ബസ്സിൽ കയറണമെങ്കിലും അപ്പോഴും നമ്മൾ പഞ്ച് ചെയ്യണം. ഓരോ പഞ്ചിലും 17 ലീറ പോകും. അതായത് ഒരു 50 സെന്റ് അല്ലേ. ടൂറിസ്റ്റുകാർക്ക് കാറൊന്നും ഇല്ലാത്തവർക്ക് സഞ്ചരിക്കാൻ ഏറ്റവും നല്ലതാണിത്. ഇവിടെ കാർ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. ഒരു സമയത്ത് നമ്മൾ എത്തൂല. പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് നല്ലത്. അപ്പം ഈ കാർ എടുക്കുക, ഇസ്താൻബുൾ കാർ. നമ്മൾ കയറിയ ബസ്സിൽ പകുതിക്ക് വെച്ച് നമ്മൾ ഇറങ്ങി. ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൻ്റെ കൂടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസും അനങ്ങി ഒരു വിധത്തിൽ 1-2 സ്റ്റോപ്പോ മാറിയുള്ളൂ. അരമണിക്കൂറായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് ഇറങ്ങി നടക്കാം. ഒരു 350 മീറ്റർ മാറി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് മെട്രോ പിടിച്ച് പോകാമെന്ന്. ഇതും ഒരു അഡ്വൈസാണ്. ഇവിടെ വരുന്നവർ ബസ് എടുക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എടുക്കാണ്ടിരിക്കാൻ ബസ് ഒന്നെങ്കിൽ മെട്രോ ബസ്, അല്ലെങ്കിൽ ട്രാം, അല്ലെങ്കിൽ മെട്രോ എടുക്കുക. മെട്രോ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് തന്നെയാണ്, പക്ഷെ അതിന് ഓടാനായിട്ട് പ്രത്യേകം റോഡുണ്ട്. ആ റോഡിലെ 2 സൈഡിൽ ഫെൻസ് ഉണ്ട്. അപ്പോൾ വേറെ വണ്ടികളൊന്നും അവരുടെ റോഡിലോട്ടൊന്നും കയറില്ല. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ബ്ലൂ മോസ്കിലേക്കാണ്. ഇവിടുത്തെ ഒരു വലിയ മോസ്കാണിത്. ഇത് ഓട്ടോമൻ എംപയറിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച മോസ്കാണ്. ഇതിന് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ബ്ലൂ വർക്ക്സ്, ഇതിൻ്റെ ഉള്ളിലായാലും തന്നെ ബ്ലൂ ടൈൽസ് അല്ലെങ്കിൽ ബ്ലൂ വർക്ക്സ് കാരണം ബ്ലൂ മോസ്ക് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഡ്രസ് കോഡ് ഉണ്ട്. നമുക്ക് തലയിൽ ഷോൾ ഇടണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഫ്രീ ആയിട്ട് തരും. പിന്നെ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, ഷോർട്സ് ഇടാൻ പാടില്ല. മുട്ടിൻ്റെ താഴെ ഇറക്കൊണ്ടെങ്കിൽ കുഴപ്പമില്ല, മുട്ടിൻ്റെ മേലെ ഉള്ളതൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ ഡ്രസ് കോഡ് ഉണ്ട്. ഈ മോസ്കിൽ നമുക്ക് ഫ്രീ എൻട്രി ഉണ്ട്. ഫ്രീ ആണ് ഇതിനകത്ത് കയറാനായിട്ട്. ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതിൽ നമ്മൾക്ക് ന്യൂട്രല ഫില്ലിങ് അതേപോലെ ചീസ് ഫില്ലിംഗ് ആയിട്ട് നല്ല ചീസ് ഭയങ്കര ചീസിയാണ്. ചീസ് പിന്നെ ചീസി അല്ലാണ്ട് പിന്നെ എങ്ങനെ വരിക? ഈ സാധനം എന്താന്ന് കൂടെ ഒന്ന് മേടിച്ചു നോക്കിയാലോ? ഒരെണ്ണം നമ്മൾ വന്നപ്പോൾ കണ്ടാണ് ട്രാഫിക് പോലീസിന്റെ കാർ, ബെന്റ്ലി കാർ. അത് പാർക്ക് ചെയ്തിട്ട് ഒരു മോസ്കിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ മുസ്ലിം കൺട്രി കൊണ്ട് തന്നെ കുറേ മോസ്ക് ഉണ്ട്. എവിടെ നോക്കിയാലും മോസ്ക് ആണ്. ഇവിടെ കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. എല്ലാം നല്ല ഇവിടുത്തെ ബ്രീഡുകളാണ്. വേറെ ഒരു കാര്യം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പട്ടികൾക്കും രേഖയുണ്ട്. ചെവിയിൽ ഇതൊക്കെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു പട്ടികൾ പോലും ഇവിടെ ഇല്ല. കണ്ടോ ഗൈസ്, ഇങ്ങനെ തരം താഴാവോ ഒരു വ്യക്തിക്ക്? ആരൊക്കെ കൊച്ചു പൈസ കൊണ്ടിട്ടുണ്ട്? സ്വന്തമായിട്ട് ഇട്ട പൈസയാണ്. ആണോ? സ്വന്തമായിട്ട് ഇങ്ങനെ പൈസ പക്ഷെ കുറച്ചെങ്കിലും നിങ്ങളിൽ നിന്ന് ഏത് പ്രതീക്ഷയില്ല ഗൈസ്. നമ്മളിപ്പോൾ ഗലാട്ട ടവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേളിലേക്ക് എത്തണമെന്നാണ് ഗൂഗിൾ പറയുന്നത്. പോയി നോക്കാം. കുറേ ആൾക്കാരും പോകുന്നുണ്ട്. മിക്കവാറും എത്തുമായിരിക്കും. എത്തിയില്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ കൂടി എന്നെ പിടിച്ചിടിക്കും. ഞാൻ ആ ഗൂഗിൾ മാപ്പ് ഇട്ടത്. ഇങ്ങനെ ഇടവഴികളിൽ കൂടെ നമ്മളിങ്ങനെ ഗലാട്ട ടവർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം ഗലാട്ട ടവറിലേക്ക് എത്തി. ഇതാണ് ഗലാട്ട ടവർ. ഇവിടെ ഭയങ്കര ക്യൂ ഒക്കെ ഉണ്ട് ഇതിന്റെ മേളിൽ കയറി കാണാനായിട്ടൊക്കെ. അപ്പൊ നമ്മളിവിടുത്തെ ഭയങ്കര ഫേമസ് അല്ല, ഇൻസ്റ്റഗ്രാം വഴി പോപ്പുലർ ആയ ഒരു സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് മേടിച്ചു. കഴിച്ചു നോക്കിയിട്ട് പറയൂ എങ്ങനെ ഉണ്ടെന്ന്. വർത്തി ഹൈപ്പ് ആണോ നോക്ക്, പറയൂ. നോക്കട്ടെ, മുറിച്ചു തരണം മാഡം. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വാവ് ആയിട്ടുണ്ടോ മാഡം?
ഇല്ല കൊള്ളത്തില്ല മോന്താണ് ഓക്കേ, ഇതേ ഉള്ളൂ. അങ്ങനെ പറയാനും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരു സ്ലൈസിന് 260. ഒരു സ്ലൈസിന് 250 ലിറ. ഇതിവിടെ കൂട്ടി കഴിക്കണം. എത്ര കുട്ടി? ഇത് അതിന്റെ മറ്റേത് ജസ്റ്റ് ക്രീം മാത്രമാണ് താഴത്തേത്. മേളിലത്തേന് ഭയങ്കര മധുരം. ഭയങ്കര മധുരം. ജസ്റ്റ് അത്ര ഒരു വലിയ ഇതൊന്നും പറയാനില്ല. എന്റെ അനു ആ കയ്യിൽ മൊത്തം മണാവോ എന്റെ പൊന്നെ. ഇവിടെ ചൂണ്ടയിടുന്ന ആൾക്കാർ കുറേ ഉണ്ട്, വരിവരിയായി നിൽക്കുന്നുണ്ട്. ഒറ്റ ചൂണ്ടയില് കുറേ മീന് ഒറ്റയടിക്ക് കിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസം തീർന്നിരിക്കുന്നു. നല്ല ടയർഡായല്ലേ? ടയർഡായോ നീ? ഫുഡും കഴിച്ച് വീട്ടിൽ പോവാ. ഇസ്താൻബുൾ കൊള്ളാം, നല്ല സ്ഥലമാണ്. കുറേ ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. അങ്ങനെ ഹിസ്റ്ററി അങ്ങനത്തെ സംഭവങ്ങൾ, മ്യൂസിയം, ഇതൊക്കെ അത് പണ്ട് പണിതാണിതെല്ലാം. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവരും പറഞ്ഞേക്കും ഒരാഴ്ച നിന്നാൽ പോലും ഇസ്താൻബുൾ കണ്ടു തരത്തില്ല, അതുപോലെ ഉണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബോസ്ഫറസ് സ്ട്രെയിറ്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും ഇങ്ങനെ രണ്ട് കോണ്ടിനെന്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ആണിത്, ബോസ്ഫറസ് സ്ട്രെയിറ്റ്. ഇന്നത്തെ വീഡിയോയും തീർന്ന് നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ ഒരു ബിരിയാണി ഇവിടെ ഒരു ബിരിയാണി കടയുണ്ട്, പോയി ബിരിയാണി കഴിക്കുക. അതുപോലെ ഇന്നത്തെ വൈൻഡപ്പ് അല്ലേ ഇന്ന് ബിരിയാണി കഴിച്ചിട്ട്? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ദീപക്? കുറെ നടക്കാൻ എങ്ങനെയായിരുന്നു? നടന്നില്ലെങ്കിൽ ഇങ്ങനെ ഈ ട്രാം എടുക്കണം. പക്ഷെ ഒറ്റ സ്റ്റോപ്പിന് പോലും നമ്മൾ ഈ പഞ്ച് ചെയ്യണം. അതാണ് അവിടെ നമ്മൾ ലാഭിക്കാനായിട്ട് 1 കിലോമീറ്റർ ഒക്കെ നടക്കുന്നു. ഇസ്താംബുളിൽ നമ്മൾ വിചാരിച്ചൊരു വൗ ഫാക്ടർ ഒന്നുമില്ല. നമ്മൾക്ക് ഓരോ സ്ഥലം കാണുമ്പോഴേ ഓക്കെ, നമുക്ക് ചില സ്ഥലങ്ങളെ കാണുമ്പോൾ വൗ എന്ന് പറഞ്ഞ ഫാക്ടർ ഇല്ലേ. പക്ഷെ നമുക്ക് കണ്ടിരിക്കാം, ഒരു രാജ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. അതന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പ് സൈഡും ഏഷ്യൻ സൈഡും കൂടി കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജും പിന്നെ അതിന്റെ ഇടയിൽ കൂടെയുള്ള എന്താണ് സ്ട്രെയിറ്റ് അതിന് ആ സ്ഥാനത്തിൽ കൂടെയുള്ള ഒരു ഇതൊക്കെ നല്ലതാണ്. കണ്ടിരിക്കാം അതന്നെ ഒരു രാജ്യം എപ്പോഴും കാണുന്നത് നല്ലതാണല്ലോ. നമ്മളിപ്പോ എവിടെ നിന്ന് വേഗം പറയോ? ഹാഫിസ് മുസ്തഫയുടെ സ്ട്രീറ്റ് ഷോപ്പിലാണ്. ഇതിലേതാണ് ഹാഫിസ് മുസ്തഫ? എത്രയായി കൃഷ്ണപ്രിയ 2 ബോക്സ് മേടിച്ചപ്പോ? 1400 ലിറ എന്ന് പറയുമ്പോ എത്ര? ഏകദേശം ഒരു 70 യൂറോ. വെറും 6000 രൂപ. പക്ഷേ ഇത് നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ വന്നൊരു ടേസ്റ്റ് പറ്റില്ലല്ലോ. ഭയങ്കര ഫേമസ് ആണ്, പ്രൈസി ആയിരിക്കും. അതെ, ആയിരിക്കും, സ്വാഭാവികം. പക്ഷേ ഇതിന്റെ ടേസ്റ്റ് നമ്മള് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത് ഞാൻ യൂട്യൂബേഴ്സ് എന്നൊക്കെ തള്ളിക്കൊടുത്തതുകൊണ്ട് ഒരു ബ്രേക്ക് തരുമോ ഒന്ന് പറയാൻ? നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന വഴിയാണ്. ഒരു 1.5 കിലോമീറ്റർ നടക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ബസ് വെയിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറായിട്ടും ബസ് വന്നില്ല. പിന്നെ നമ്മൾ വേറെ ട്രാം കയറി, അത് കഴിഞ്ഞിട്ട് മെട്രോ കയറി, എന്നിട്ട് ഇറങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കാറുണ്ട് വീട്ടിലോട്ട്. ഇവിടുന്ന് ബസ് ഉണ്ട്, പക്ഷെ ബസ് വെയിറ്റ് ചെയ്താൽ ഇനിയും താമസിക്കും. അതുകൊണ്ട് നമ്മൾ അന്താക്ഷരിയൊക്കെ പാടി നടക്കുവാണ്. മാ വെച്ചുള്ള പാട്ടുകൾ പാടുന്നത് 2 ടീം. യൂറോപ്പ് പോലെയല്ല, ഭയങ്കര ട്രാഫിക്കിന്റെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പാട്ടുകൾ കുഴപ്പമില്ല. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ അതിഥികൾ പോകുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് ഡേ ആണിത്. നമ്മളൊരു വൈകുന്നേരം വരെയൊക്കെ ചീട്ടൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇപ്പം നമ്മൾ ഇസ്താൻബുളിലെ ടാസ്കിം സ്ക്വയറിൽ എത്തിയേക്കുവാണ്. ഇതൊരു ന്യൂ ടൗൺ ഓഫ് ഇസ്താൻബുൾ എന്ന് പറയുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടുത്തെ ഒരു സിറ്റി സെൻറ്റർ. വീണ്ടും ഒരു മോസ്ക് ഉണ്ട്, അവിടെയും ഒരു മോസ്ക് ഉണ്ട്. അവിടെ 2 വ്ളോഗേഴ്സ് പോകുന്നു, വേറെ 2 വ്ളോഗേഴ്സ്. ഇവിടെ മാത്രമുള്ളൊരു ട്രാമാണിത്. ഇത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്.
ഇവർ രണ്ടുപേരും ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിയത്. ടാക്സിം ടണൽ എന്നാണ് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ഇസ്താൻബുൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവരുടെ ലാസ്റ്റ് നൈറ്റാണ്. ഞങ്ങൾ ഇനിയുണ്ട് 2 ആഴ്ചയും കൊണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞില്ല, ഇവരുടെയൊക്കെ കഴിഞ്ഞു. ഇവർ നാളെ രാവിലെ ഫ്ലൈറ്റ് തിരിച്ചു പോവാണ്. സങ്കടമുണ്ട്. ഇതൊക്കെ ഇനിയും അടുത്ത ട്രിപ്പ് ഓസ്ട്രേലിയക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയയോ അർജന്റീനയിലാണ്. സോ നമ്മൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അത് ഫുൾ സ്പോൺസർഷിപ്പ് ആണ്. 2 ഉണക്ക ബ്രെഡും ഇവരുടെ മൊത്തം ഓസിയും ജീവിച്ചേക്കുവാ. എന്നിട്ട് ആൾക്കാരെ എല്ലാരും ഇനി ആൾക്കാരെ വിളിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ആഴ്ചത്തേക്ക് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഞങ്ങളും ജീവിക്കണ്ടേ? എല്ലാ ആഴ്ച ഓരോരുത്തർ വരാൻ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ജയിച്ചു പോകണ്ടേ? അതുകൊണ്ട് അപ്പൊ ഇനി ഇസ്താൻബുൾ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇസ്താൻബുളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവരെ ഞങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 2 മാസമില്ലേ 2 മാസമില്ലേ? 2.5 മാസം. ബൈ ബൈ. സീ യു. ബൈ ബൈ.